നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ദിവ്യ മോൾ എന്നാണ്. ഞാൻ അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ കൺസൾട്ടൻറ്റ് ജെറിയാട്രീഷ്യനാണ്. ഇന്ന് ലോക അൾസീമേഴ്സ് ദിനമാണ്. അപ്പം ഈ വർഷത്തെ ലോക അൾസീമേഴ്സ് ദിനത്തിൻ്റെ തീം എന്ന് വെച്ചാൽ നോ ഡിമെൻഷ്യ നോ അൾസീമേഴ്സ് എന്നുള്ളതാണ്. അതായത് അൾസീമേഴ്സിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ക്ലിയറാക്കി അൾസീമേഴ്സും മറവി രോഗത്തിനെയും കൂടുതൽ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അൾസീമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അൾസീമേഴ്സ് എന്ന് പറയുമ്പോൾ മറവി രോഗത്തിൻ്റെ ഒരു വകഭേദമാണ്. മറവി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതും അൾസീമേഴ്സ് ഡിസീസാണ്. ഈ അൾസീമേഴ്സ് ഡിസീസിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ മറന്നു പോവുക. അതായത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് ആദ്യം എഫക്റ്റ് ആകുന്നത്. പക്ഷേ ചിലരിൽ മെമ്മറിയേ എഫക്റ്റ് ആകത്തില്ല. ചിലർക്ക് ഭാഷയിലായിരിക്കാം പ്രശ്നം, ചിലർക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് മറന്നു പോകാം, ചിലർ ആൾക്കാരെ മറന്നു പോകാം. അങ്ങനെ പല പല രൂപത്തിലും ഭാവത്തിലും ഈ അസുഖം പ്രസൻറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ആൾക്കാരിലൊരു സ്വഭാവത്തിലൊരു വ്യത്യാസമോ അല്ലെങ്കിൽ അവർ ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാതെ പറ്റാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാണുമ്പം ഇത് അൾസീമേഴ്സ് ആയിരിക്കാമോ എന്നുള്ളൊരു സംശയം നമ്മളിൽ വരേണ്ടതുണ്ട്. അതിനുവേണ്ടി അവരെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടതും വളരെ അത്യാവശ്യമാണ്. പിന്നെ മറവി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അൾസീമേഴ്സ് മാത്രമല്ല ഉള്ളത്, പലതരം മറവി രോഗങ്ങളുണ്ട്. പക്ഷേ ഇതേത് മറവി രോഗമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റും. മറവി രോഗങ്ങളിൽ ഇപ്പോൾ അൾസീമേഴ്സ് പോലത്തെ മറവി രോഗങ്ങൾക്ക് ഒത്തിരി ചികിത്സയില്ല മറവി തിരിച്ച് കിട്ടാനായിട്ട്. എന്നിരിക്കലും ഈ മറവി രോഗം ബാധിച്ച ആൾക്കാരിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ചിലപ്പോൾ സ്വഭാവത്തിലുള്ള വ്യത്യാസമായിരിക്കാം, അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം. ഇതിനൊക്കെ നമുക്ക് മരുന്നുകളും ഉണ്ട്, സൊല്യൂഷൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ചിട്ടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഡേ ടു ഡേ ലൈഫും ക്വാളിറ്റി ഓഫ് ലൈഫും നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിമെൻഷ്യ എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അസുഖത്തിൽ. പിന്നെ ഈ അൾസീമേഴ്സ് രോഗി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലതും. ഇപ്പം ഒരു തുടക്കത്തിൽ വരുന്ന ആളെ മനസ്സിലാകുന്നില്ല. അപ്പം നമ്മൾ വന്നിട്ട് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം മനസ്സിലാകുന്നില്ലല്ലോ, എനിക്ക് മറക്കുന്നല്ലോ എന്നുള്ള ആ ഒരു ബോധവും അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നമ്മൾ മറവിയുള്ള ഒരാളെ നമുക്കറിയാം ഈ ആൾക്ക് അൾസീമേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ചെല്ലുമ്പം അമ്മേ ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് സ്വയമേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലോട്ടും നമ്മൾ ആ അസുഖത്തിനെ മനസ്സിലാക്കി അസുഖമുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ മുന്നോട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ അവരുമായിട്ട് പെരുമാറണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ടും ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു രോഗി നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലോ ഉണ്ടെങ്കിൽ നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി വളരെ സപ്പോർട്ടീവ് ആകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും, ചിലപ്പോൾ അവർ ഇറങ്ങിപ്പോയെന്നിരിക്കാം. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിലും പിന്നെ ഈ രോഗിയെ കെയർ ചെയ്യുന്ന ആൾക്കാർക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് നിൽക്കാനും സാധിച്ചാൽ അതിൽ പരം വേറൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്ട്രെസ്ഫുള്ളാണ് ഒരു മറവി രോഗമുള്ള ഒരാളെ കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മറവി രോഗമുള്ള ആൾക്കാരെ കെയർ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആകാൻ എങ്ങനെയൊക്കെ നമുക്ക് പറ്റുന്നോ ആ ഒരു രീതിയിൽ നമുക്കൊക്കെ സഹായിക്കാനായിട്ടും കൂടി ശ്രമിക്കണം എന്നാണ് ഈ വേൾഡ് അൾസീമേഴ്സ് ദിനത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. നന്ദി, നമസ്കാരം.